അവള് വന്ന് അയൺ ബോക്സ് എടുക്കും, സ്വിച്ച് ഓൺ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? എന്താടി? ഇത് തന്നെ സംഭവിക്കും. പുറത്ത് കാത്തു നിൽക്കുന്ന നമുക്കൊരു അലർച്ച കേൾക്കാം. വാ വാ വാ, താമസിക്കണ്ട, നമുക്ക് അവളെ വിളിക്കാം. വാ. വെറുതെ ചെന്ന് അവളോട് ആദ്യയുടെ ഷർട്ടുകൾ തേക്കെന്ന് പറഞ്ഞാലേ ന്യായമായി അവക്ക് സംശയം തോന്നില്ലേ? അത് തോന്നിയേക്കാം. തോന്നിയേക്കാന്നല്ല, തോന്നും. അവളെ പഠിച്ച കള്ളിയ. ചെറിയ നമ്പറുകളൊന്നും അവളുടെ അടുത്ത് ചെലവാവാൻ പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? ആ, അതിനൊരു വഴിയുണ്ട്. ഇങ്ങോട്ട് വാ. എനിക്ക് ഈ ബുദ്ധിയൊക്കെ എവിടെ നിന്ന് കിട്ടി? അത് പിന്നെ തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരദാനമായി പകർന്നു കിട്ടിയിട്ടുള്ളതാ. എന്റെ അമ്മയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, എന്റെ അമ്മൂമ്മയ്ക്ക് അമ്മയെക്കാളും ബുദ്ധി ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മയുടെ ബുദ്ധിയാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. തുളസി, തുളസി, തുളസി. എന്താ? തുളസി, ആദ്യയുടെ ഷർട്ടുകൾ അയൺ ചെയ്ത് കൊടുക്കണോന്ന്. ദുർഗീച്ചി ആതിരയോട് തേച്ചു കൊടുക്കാനാ പറഞ്ഞത്. നീ ഇവിടെ ഉള്ളപ്പോ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അല്ല, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അയൺ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് ആതിര ചെയ്തോളും. വടി, അയൺ ചെയ്യാം. വാ, പോവാം. അങ്ങനെ ഷോക്ക് അടിച്ച് വീഴുന്നത് ഇപ്പൊ ലൈവായിട്ട് നമുക്ക് കാണാം. അല്ല ആന്റി, ഈ കറണ്ട് അടിച്ചാലേ ഉടനെ തന്നെ മരിക്കൂ? ഷോക്ക് ഏറ്റാൽ ഉടനെ അപ്പൊ തെറിച്ചു വീഴും. പിന്നെ കുറെ നേരം കിടന്ന് പിടയ്ക്കും. ഈ കരയിലേക്ക് വീണ ജീവനുള്ള മീന് ചാകാൻ വേണ്ടി കിടന്ന് പിടയ്ക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ കുറെ നേരം അങ്ങനെ പിടഞ്ഞതിന് ശേഷം പിന്നെ മരിക്കും, ഭാഗ്യമുണ്ടെങ്കിൽ. ആന്റി, അവളെ കിടന്ന് പെടഞ്ഞ് ചാവുന്നത് കാണാൻ എന്ത് രസായിരിക്കല്ലേ? പിന്നെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായിരിക്കും. വാ വാ വാ, നമുക്ക് കാണാം. വാ. സ്വിച്ച് ഓൺ ആക്കി. ടേപ്പ് പെട്ടി ചൂടായൊന്ന് നോക്കാൻ അവള് തൊട്ട് നോക്കും. അപ്പൊ ഷോക്ക് അടിച്ച് തെറിച്ച് ഡിം. അവളെ ഷോക്ക് അടിക്കാ സുലാന്റി? നീ ചെയ്തു വെച്ചതൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഷോക്ക് അടിക്കും. എന്തായാലും അവക്ക് എന്തെങ്കിലും പറ്റിയ കറണ്ട് ആയതുകൊണ്ട് നീ ജയിലിലേക്കൊന്നും പോവില്ല, അത് ഉറപ്പ്. ഞാനിതിന് കൂട്ടു നിൽക്കുന്നതും അതുകൊണ്ടാ. പ്രേരണ കുറ്റം എനിക്കില്ലല്ലോ. തൊട്ട് നോക്കുന്നില്ലല്ലോ.
അറിയില്ല ചൂടായോന്ന്. അതിപ്പോ തൊടും, നീ വെയിറ്റ് ചെയ്. ഇവക്ക് പൂച്ചയുടെ ജന്മമാ, ഉടനെ എങ്ങും ചാകില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ പെണ്ണേ? എന്താ നീ ഈ സമയത്ത്? അത് ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നൈറ്റ് ഡ്യൂട്ടിയിലല്ലേ? എന്താ പെണ്ണേ, എന്താ കാര്യം? അവിടെ തുളസിക്ക് വല്ല പ്രശ്നമുണ്ടോ? തുളസിക്ക് എന്താടി പ്രശ്നം? അവൾ ഉറങ്ങുകയല്ലേ? എന്താ കാര്യം പറ. അത് മോൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നോ? നീ ഓരോന്ന് വിചാരിച്ചിങ്ങനെ കിടന്നിട്ടാ ഇങ്ങനെ ദുസ്വപ്നമൊക്കെ കാണുന്നത്? എടീ, തുളസിക്ക് ഒന്നുമില്ല, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ. പേടിക്കണ്ട, ഞാനിവിടെ ഇല്ലേ. ഉറങ്ങിക്കോ. മോളെ തുളസി, ആരാത്? മോളെ മാവനാ. എന്താ മാമ? മോളെ ഈ വാതിലൊന്ന് തുറന്നേ, മാമനൊരു കാര്യം ചോദിക്കാൻ. തുറക്കും മോളെ. ഈ ഡോറ് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. പറ്റുന്നില്ലേ? ഇതേ പുറത്തൊന്ന് പൂട്ടിയിരിക്കുക. മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണോ? ആ അതെ മോളെ. അപ്പൊ പിന്നെ ഞാൻ ഉറങ്ങിയപ്പോ ആരെങ്കിലും വന്ന് പൂട്ടിയതാവും. ആരാ ഇത്ര മര്യാദയോട് കാണിച്ചു? എനിക്കറിയില്ല മാമ. ചെയ്ത ആളേക്ക് എനിക്കറിയാം, ഞാൻ ചോദിച്ചോളാം. മോളെ ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങിക്കും. മോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് കുഴപ്പം? ഞാൻ നല്ല ഉറക്കമായിരുന്നു. എന്നാ ശരി, മോള് കിടന്നു. ഫോണ് കയ്യിലില്ലേ? ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ മാമനെ വിളിക്കണേ. ശരി. ശരി മോളെ.
ദുർഗ ദുർഗ ഡോ എടോ ഒന്ന് എഴുന്നേറ്റേ എഴുന്നേക്ക് ഒരു കാര്യം ചോദിക്കാനാ. എന്താ? തുളസിയുടെ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്ത ആരാ? ഓ, ഇത് ചോദിക്കാനാണോ ഉറക്കത്തിൽ നിന്നെ വിളിച്ചെണീപ്പിച്ച്? ഇതെന്തൊരു ശല്യമാ പ്രസാദേട്ടാ. ഇനിയൊന്ന് ഉറക്കം കിട്ടാൻ എന്ത് പാടാന്നറിയോ? എടോ ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. എന്താണെന്ന്? എടോ ആ തുളസിയുടെ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്ത ആരാന്ന്? ആ, അത് ഞാന്. ദുർഗ എന്തിനിങ്ങനെ കിടന്ന് അലർന്നേ? അവൾ ആദ്യയുടെ റൂമിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഞാനാ റൂം പൂട്ടിയിട്ടത്. താൻ എന്ത് വൃത്തികെട്ട പ്രവൃത്തി ഈ ചെയ്യുന്നത്? എന്റെ മകനെ സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ബാധ്യതയോ? താൻ എന്തൊക്കെ അനാവശ്യ കാര്യങ്ങളായി പറയുന്നത്? തുളസി ആദ്യയുടെ ഭാര്യയാണ്. ഭാര്യയോ? ആരംഗീകരിച്ചു? തന്നോടൊക്കെ ഞാൻ എന്ത് പറയാനാ? എടോ എന്ത് മോശത്തരോ താൻ ഈ കാണിക്കുന്നത്? വിവാഹവും കഴിഞ്ഞ് ഗൃഹപ്രവേശവും കഴിഞ്ഞ് വീട്ടിലെത്തിയ മരുമകളെ അവളുടെ ഭർത്താവിനൊപ്പം അന്തി ഉറങ്ങാൻ അവസരം കൊടുക്കാതെ ഒരമ്മായിയമ്മ പൂട്ടിയിടുക. എടോ താനൊക്കെ മനുഷ്യകുലത്തിൽ പറഞ്ഞാണോ? തനിക്കൊക്കെ മനുഷ്യപ്പറ്റുണ്ടോടോ? എന്നതൊക്കെ ഉണ്ടാവുന്നത്? എനിക്ക് മനുഷ്യത്വം ഇല്ലെന്ന് പണ്ടേ അറിയാലോ, പിന്നെന്താ ഇത്ര പറയാ? എടോ ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമാണോ താനിപ്പോ ഈ ചെയ്തത്? താൻ വലിയ ഈശ്വര വിശ്വാസിയാണല്ലോ. ഏത് നേരം നോക്കിയാലും കുറെ പൂജകളും മന്ത്രവാദികളും കുമ്പളങ്ങിയും സ്വാമിമാരും. ഇതൊക്കെ ഏതെങ്കിലും ദൈവങ്ങൾ അംഗീകരിക്കുള്ളൂ? ഇതൊക്കെ ദുഷ്ടതരങ്ങളല്ലേ? എന്റെ മകന്റെ ഭാര്യയാവാൻ അവളെ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഇതല്ല, ഇതിനപ്പുറവും ഞാൻ ചെയ്യും. ദുർഗ താൻ പരിധികളൊക്കെ ലംഘിക്കുക. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്റെ പ്രവൃത്തികൾ കണ്ടിട്ട്. തുളസിയും ഞാനും പണ്ടേ ശത്രുക്കളാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അപ്പൊ എന്റെ മകനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ച് നിങ്ങളല്ലേ? നിർത്ത്. അന്തസ്സും അഭിമാനവും വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഭാര്യയ്ക്ക് വേണ്ടി എന്റെ നട്ടല് വളയ്ക്കാനും എന്റെ നിലപാടുകൾ പണയം വെക്കാനും തയ്യാറല്ല ഞാൻ. എന്റെ ഹൃദയത്തിന്റെ ഉടമയാണ് എന്റെ ഭാര്യ എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ തീർന്നു, അതൊക്കെ തകർന്നു. എന്റെ ഭാര്യയെ സ്നേഹിക്കാനും വിശ്വസിക്കാനും മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അന്നും ഇന്നും എന്നും എപ്പോഴും. പക്ഷേ തന്റെ അടുത്ത് നിന്ന് എനിക്ക് നീതി ലഭിച്ചില്ലല്ലോ. താൻ എനിക്കൊരു പരാജയ, അതിലുപരി എനിക്കൊരു അപമാനം. തന്റെ അടുത്ത് നിന്ന് എനിക്ക് നീതി ലഭിച്ചില്ലല്ലോ. താൻ എനിക്കൊരു പരാജയ, അതിലുപരി എനിക്കൊരു അപമാനം.
തുളസി, തുളസി, എടി നീ വാതിലോർക്ക്. അതെ, വാതില് ലോക്ക് ചെയ്തിരിക്കുക. ചാവില്ല അവിടെ? ഇല്ല, ഞാനല്ല ലോക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ദുർഗാമ്മയായിരിക്കും. കുറച്ചു മുമ്പ് മാമൻ എന്നെ വന്ന് വിളിച്ചു. അപ്പോഴാ ഞാനിത് അറിയുന്നത്. ഇതെന്ത് ദ്രോഹ ഇത്? ഈ അമ്മ ഇതെന്തായി കാണിക്കുന്നേ? ഇങ്ങനെയും മനുഷ്യരുണ്ടോ? നീ എന്നെ കാണാൻ വരുമെന്ന് അവർക്കറിയാം. അതിനാ അവർ ഈ ചതി ചെയ്ത്. എന്റെ അമ്മ നമുക്ക് ഒരു സ്വസ്ഥതയും തരുന്നില്ലല്ലോ തുളസി. ഇത് മര്യാദകേടല്ലേ? എടാ, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ അവര് സമ്മതിക്കില്ല. അല്ല, ഈ ദുർഗാമ്മ എന്തിനാ എന്നെ ഇതിനകത്ത് ലോക്ക് ചെയ്തിടുന്നത്? എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തിറങ്ങണമെങ്കിലോ ഞാൻ നിങ്ങളെയൊക്കെ ഫോൺ വിളിക്കണ്ടേ? ഇതെന്തായാലും വല്ലാത്തൊരു ചതി തന്നെയാ. തുളസി, നീ ഇന്ന് എങ്ങനെയെങ്കിലും സഹിച്ച് ഇതിനകത്ത് കിടക്ക്. നാളെ നേരെ ഒന്ന് വിളിക്കട്ടെ. ഇതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കും. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. തുളസി, ഞാൻ പറഞ്ഞു കേട്ടോ? ആ, കേട്ടു. എടി നീ വിഷമിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, നീ ഫോണെടുത്ത് കൈവച്ചേക്ക്. ഞാൻ മുറി ചെന്നിട്ട് വിളിക്കാം. എന്തായാലും നമുക്കിന്ന് ഉറങ്ങണ്ട. നമുക്കേ സംസാരിച്ചോണ്ടിരിക്കാം. ശരി, ഞാൻ ഉടനെ വിളിക്കാം. ശരി. അമ്മേ, 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 ഈ വാതിലൊന്ന് തുറന്നേ. അമ്മേ, അമ്മേ, വാതിൽ തുറക്കാൻ. അച്ഛാ, അച്ഛാ. എടോ, തന്റെ മകനായി വിളിക്കുന്നത്. അമ്മ, ഈ വാതിൽ തുറക്ക്. അവന്റെ ഭാര്യ താൻ ആ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത്. അവന്റെ ചോദ്യങ്ങൾക്ക് താൻ എന്ത് ഉത്തരവാണ് മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന് ഒന്ന് ആലോചിച്ചെങ്കിലും വെക്കും. അച്ഛാ, അച്ഛാ, വാതിൽ തുറന്നേ. ഒരു മനുഷ്യനും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് താനിപ്പോ ഈ ചെയ്തത്. സ്വന്തം ഭാര്യയെ അവന്റെ പെറ്റമ്മ ഒരു മുറിക്കകത്ത് പൂട്ടിയിടുക. അമ്മേ, അമ്മേ. ചങ്ക് തറക്കുന്ന വാക്കുകൾ ചിലപ്പോ അവന്റെ നാവിന്ന് കേട്ടുന്നു വരും. അതെങ്ങനെ? മനസ്സലിവ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിലല്ലേ തെറ്റ് ചെയ്യുന്നെങ്കിൽ ഭയക്കേണ്ടത്. താൻ ഇങ്ങനൊരു അപൂർവ ജന്മമായി പോയത്. അമ്മേ, വാതിൽ തുറക്കാൻ. അച്ഛാ, അച്ഛാ, വാതിൽ തുറക്ക്. അമ്മേ, ആരാ തുളസിയുടെ മുറി പുറത്തുനിന്ന് പൂട്ടിയത്? നീ എന്നെ നോക്കുന്നത് എന്തിനാ? അങ്ങോട്ട് തന്നെ ചോദിക്കേ. ഇതിന്റെ പേരിൽ ഇപ്പൊ ഞാനൊരു അംഗം കഴിഞ്ഞ് നിൽക്കുക. അമ്മേ, നിനക്ക് എന്താ വേണ്ടത്? തുളസിയെ മുറിയിലിട്ട് പൂട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന്? ഇതിന്റെ മറുപടി ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിന്നോട് കൂടി പറയണോ? പറയണം. എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതിനകത്ത് കിടക്കുന്നതേ ഒരു പെണ്ണാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു പെണ്ണ്. അവൾ എഴുന്നേറ്റ് നിന്റെ മുറിയിലേക്ക് വരാതിരിക്കാനാ ഞാൻ അവളെ പൂട്ടിയത്. കേട്ടില്ലടാ, സ്നേഹവതിയായ നിന്റെ അമ്മയുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക്. ഇതുപോലൊരു 10 അമ്മായിമ്മമാരുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ എല്ലാ വീടുകളും രക്ഷപ്പെട്ടേനെ. ആ മുറിക്കകത്ത് അമ്മ ആരെയാ പൂട്ടിയിട്ടിരിക്കുന്നറിയാവോ? നന്നായിട്ടറിയാം. എന്റെ ശത്രുവിനെ.